السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനം ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ കടന്നിട്ടുള്ള മാസവും വളരെ പ്രധാനപ്പെട്ട മാസങ്ങളാണ്. നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയും അറിയുകയും ചെയ്യുന്ന മാസമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഇന്നത്തെ രാവ് ഏത് രാവാണെന്ന് അറിയാത്തവരും ഉണ്ടാകാം. അതുകൊണ്ട് മഹത്തായ റംളാന് മുന്നോടിയായിക്കൊണ്ടുള്ള 2 മാസം മുമ്പ് വരുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവൻ നന്നായി എടുക്കാൻ ഇന്നലെ രാത്രി ഉള്ളതുപോലെയല്ല ഇന്നത്തെ രാവ് ഉണ്ടാകുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹത്തായ റജബ് മാസം വരുമ്പോൾ അതിന്റെ രാത്രിയിൽ നിങ്ങൾ ദുആയിരുന്നാൽ ദുആക്ക് വലിയ ഇജാബത്തുള്ളതാണ്. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. കാരണം ഹദീസിലും അതുപോലത്തെ ഇമാം ഷാഫി അല്ലാഹുവിനെ തുടങ്ങി വരുന്ന മഹാന്മാരൊക്കെയും പറയുന്നു, റജബ് മാസം വന്നിട്ട് പോലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഇന്നലത്തെ പോലെയല്ല, ഇന്നൊരു മാറ്റമുണ്ടല്ലോ, ഈ മാസം പ്രത്യേകമുള്ള മാസമാണ്, ഈ മാസത്തിൽ ദുആയിരുന്നാൽ ഇജാബത്തുണ്ട് എന്ന് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുകയും ദുആയിരിക്കുകയും ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ, തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. നമ്മളൊക്കെയും ആരും തെറ്റ് ചെയ്യാത്തതെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും നോക്കിയോ പ്രവൃത്തി എന്താവട്ടെ, അവന്റെ വാക്കിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അതെല്ലാം വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ, ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിൽ അത് വരണം. നമ്മൾ വന്നുപോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്ന എനിക്കുള്ള ഫലം വരുന്നതാണ്. അതുകൊണ്ട് ഇമാം ഷാഫി അല്ലാഹു എന്ന് പറയുന്നു, ഉമ്മ എന്ന കിതാബിൽ ഉമ്മിൽ കാണാം, ഖാല ഷാഫി റഹ്മഹുല്ലാഹ് വബല്ലഗന അന്നഹു കാന യുഖാലു ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ. ഇമാം ഷാഫി അല്ലാഹു എന്ന് പറയുന്നു, എനിക്ക് വലഗന അന്നഹു കാന യുഖാലു, മൂപ്പർ പറയുകയാണ്, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ, രാത്രി 5 രാത്രികളിൽ അല്ലാത്ത ദുആക്ക് ഇജാബത്തുള്ള രാവുകളാണ്. എന്നിട്ട് മഹാനവർ പറയാണ് ഫീ ലൈലത്തുൽ ജുമുഅ, അവരെടുത്ത് കൊണ്ട് പറയുന്നു 5 രാവുകളുണ്ട്, അതിലൊന്ന് ഫീ ലൈലത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിൽ ജുമുഅ എന്ന് പറയുന്ന മഹത്തായ എന്താണ് ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് മുഅദ്ദിനീങ്ങൾ വാളെടുക്കുമ്പോൾ പറയും. എന്താണ് ഫക്കീർമാർക്കുള്ള ഹജ്ജാണെന്നൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത്. ഇക്കട്ടെ, ആ ജുമുഅക്ക് വലിയ ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച രാവുള്ള ദുആക്കോ അത് മുസ്തജാബുൻ, ദുആക്ക് ഇജാബത്ത് ഉണ്ട്. അതുപോലെ തന്നെയാണ് വയത്തുൽ അദ്ഹ, വയത്തുൽ ഫിത്രി, വഅബ്ലൈതു മിൻ റജബി, വലൈതു നിസ്ഫി മിൻ ശഅബാൻ. ഈ 5 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഇമാം ഷാഫി അല്ലാഹു കിതാബുൽ ഉമ്മിൽ പറഞ്ഞത്. അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 5 കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ജുമുഅ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞു ഇസ്തജാബു 5 ലയാലിൽ ജുമുഅ, പിന്നെ വലൈത്തുൽ അദ്ഹ നിസ്കാരത്തിന് സമയത്ത് ദുആയിരുന്നാൽ ഇജാബത്തുണ്ട്. അതുപോലെ തന്നെ വലൈത്തുൽ ഫിത്ർ, അതുപോലെ തന്നെയാണ് അവ്വൽ യൗമിൻ, അപ്പൊ പെരുന്നാള് 2 പെരുന്നാൾ ഉണ്ടാകും, പെരുന്നാൾക്ക് വലിയ ഇജാബത്തുള്ളതാണ്. അതുപോലെ ശഅബാൻ മാസം വരുമ്പോൾ ദുആക്ക് ഇജാബത്തുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റജബ് മാസമാണ്. റജബിന്റെ തുടക്കത്തിൽ അവ്വൽ ലൈലത്തിൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മളൊക്കെ ദുആയിരിക്കുന്നു ഉസ്താദേ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല ഉസ്താദേ, എത്രയാ ദുആയിരിക്കുന്നു, ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ. മറുപടി അല്ലാഹ് തരണം. ആ തരണമെങ്കിൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാവണം. ശുദ്ധിയാവല് മാത്രമല്ല, ഇങ്ങനെയൊക്കെ മഹത്തായ മാസങ്ങൾ വരുമ്പോ, ദിവസങ്ങൾ വരുമ്പോ, ആ ദിവസത്തിൽ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട്, മനസ്സിൽ കരുതികൊണ്ട് ദുആയിരുന്നാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത് ഉറപ്പാണ്. ഇമാം ഷാഫി അല്ലാഹു കിതാബുൽ ഉമ്മിൽ പറഞ്ഞു. അതുകൊണ്ട് റജബ് മാസം ഒരു പ്രത്യേകമായ ഒരു ദുആയും കൂടി ഉണ്ടല്ലോ. അത് ഹദീസിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് 3 രൂപത്തിലാണ് വരുന്നത്. ബല്ലിഗ്നാ റമളാൻ എന്നുണ്ട്. അപ്പോ നമ്മൾ റമളാനിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ദുആയാണല്ലോ. ആ ദുആയിൽ പറയുന്നു 3 ഘട്ടമാണ്. ബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ ശഹ്റ റമളാൻ, രണ്ടാമത്തെ കോലം അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ ബാരിക് ലനാ ഫീ റമളാൻ. അപ്പൊ 3 തരത്തിലാണ് ദുആ ഉള്ളത്. അപ്പൊ ചില ആളിനോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ, ഇയാൾ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന് ശേഷം ദുആക്കല്ലാഹു ഈ റജബിന്റെ ദുആ പറഞ്ഞിട്ടില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദ്വാരിക്കൽ നിസ്കാരത്തിന് ശേഷം അത് കൂട്ടമായി ദ്വാരിക്കുമ്പോ ഇമാം അത് മറന്നുപോയാലോ, അതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല. റജബ് മാസമായാൽ ഇത് ദ്വാരക്കണമെന്നതാണ്.
റജബ് മാസത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള സുന്നത്തുൽ ദുആയാണ് ഇത്. അല്ല നിസ്കാരത്തിന്റെ ശേഷം ഇമാം അത് ദുആരക്കൽ സുന്നത്ത് തന്നെ എന്ന് കരുതിയിട്ട് ഒറ്റ ഇമാം ദുആരക്കാരില്ല. അതെവിടെയും സുന്നത്ത് കാണുന്നില്ല. നേരെ മറിച്ച് ആ ദുആരക്കുന്ന എന്താണ്, റജബിന്റെ മാസം വന്നു കഴിഞ്ഞാൽ ആ മാസത്തിൽ ദുആരക്കുമ്പോൾ ഈ ദുആ പറയൽ എന്തുണ്ട്, അത് പ്രത്യേകതയുണ്ട്. റജബിൽ ദുആരക്കാൻ പറഞ്ഞതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് നിസ്കാരത്തിന് ശേഷം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. നിസ്കാരത്തിന് ശേഷം അങ്ങനെ പ്രത്യേകമായി ദുആരക്ക് സുന്നത്തുണ്ടോ? അങ്ങനെ സുന്നത്തൊന്നും വലുതായിട്ട് വന്നിട്ടുമില്ല. പിന്നെയോ റജബിന്റെ മാസത്തിൽ റജബ് മാസം ആഗതമായാൽ ഈ ദുആരക്കൽ എന്തുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എല്ലാ സമയത്തും ദുആരക്കണമെന്നതാണ്. ഇമാമ് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എല്ലാ നിസ്കാരത്തിന് ശേഷവും എല്ലാ പ്രാർത്ഥനയിലും നിങ്ങളെ വീട്ടിൽ നിന്നായിരുന്നാലും ഏത് മജ്‌ലിസിലായിരുന്നാലും ഏത് മജ്‌ലിസിലാട്ടും ഈ ദുആരക്കൽ എന്തുണ്ട്, പ്രത്യേകമായ മാസം ദുആരക്കാൻ വന്നതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റജബിന് പ്രത്യേകത ഒരുപാട് ഉണ്ട്, മഹത്വങ്ങളുണ്ട്. നിങ്ങൾ ഈ രാത്രി നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആരക്കണം, ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കണം, ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ധാരാളമായി സ്വലാത്ത് ഹബീബിന്റെ മേൽ ഞങ്ങൾ സമർപ്പിക്കാൻ കഴിയണം. ഇന്നലെ ചെയ്തതുപോലെയല്ല, ഇന്നത്തെ സ്വലാത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രത്യേകത എന്ന് പറയാൻ, റജബ് മാസമായപ്പോ അത് എന്റെ മാസമാണ്. അങ്ങനെ മൂന്ന് വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. റജബ് മാസം പറഞ്ഞാൽ അത് എന്റെ മാസമാണ്, ഹദീസിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കല്ല. അപ്പൊ റജബിന്റെ മഹത്വം മനസ്സിലാക്കണം. റജബിൽ ഇന്നലെ കളിച്ചതുപോലെ ഇന്ന് കളിക്കലല്ല. ഇന്നലെ 10 സ്വലാത്ത് ചെല്ലവൻ ഇന്ന് 20 ചെല്ലാൻ കഴിയണം. ഇന്നലെ ഒരു നിസ്കരിക്കുന്നവർ ഇന്ന് അത് മറക്കാണ്ട് പോയി മറ്റുള്ള ദിക്റുകളും സ്വലാത്തും ഖുർആനൊക്കെ ധാരാളം വർദ്ധിപ്പിക്കാൻ കഴിയണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടാനാണ് റമദാനിന് മുമ്പ് 2 മാസം സ്പോൺസറാക്കി നമ്മളിലേക്ക് തന്നിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിർത്തി പറയല്ല, ഈ റജബിന്റെ മഹത്വം മനസ്സിലാക്കണം. ധാരാളം ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് ഒരുപാട് മജ്‌ലിസിലൊക്കെ ഇപ്പോൾ ദുആക്കുന്നുണ്ടാകും. നഫ്സിയായി സ്വയമായി ഓരോരുത്തരും ഇരുന്നു കൊണ്ട് ദുആക്കണം. അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പ്രത്യേകിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് നമ്മളെ ഇൽമുകൾ പഠിക്കുക എന്നുള്ളതും ഇതൊക്കെ പറയാന്നുള്ളതും നല്ല കാര്യത്തിന് വേണ്ടി നല്ല കേൾക്കലും മനസ്സിലാക്കുന്ന ഖൈറിയായ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകമായി ദുആരക്കാൻ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്, പേരൊന്നും പറയില്ല, ഉമ്മ രോഗിയാണ്. അല്ലാഹു തആല രോഗം പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ഗദഗ ഭാഗത്തേക്ക്, നോർത്ത് ഭാഗത്തേക്ക് പോയപ്പോൾ നമ്മൾ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും സഹകരിക്കുകയും നമുക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അവിടുത്തെ ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും ഇട്ട് കൊടുക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ ആ ഉമ്മക്ക് രോഗമാണെന്ന് പറഞ്ഞ് നമുക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ റജബിന്റെ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവിടെ ഉമ്മയും നമ്മുടെ ഉമ്മയൊക്കെ എല്ലാ രോഗിയാണ്. അള്ളാഹു പ്രായമെത്തുമ്പോൾ അതിൻ്റെതായ ആ അനുഭവം വരികയാണ്. അള്ളാഹു തആല പൂർണ്ണ ശിഫാഹ് നൽകട്ടെ. ആർക്കും അള്ളാഹു മാരകമാകുന്ന രോഗം തരാതിരിക്കട്ടെ. ക്യാൻസർ വിട്ട് ഹാർട്ടക്ക് പോലത്തെ മാരകമാകുന്ന രോഗം ഞങ്ങൾക്ക് ആർക്കും നീ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹു നമ്മുടെ ദോഷം നീ പുറത്തു തരണം അല്ലാ. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ മരിച്ചു പോയ എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം അല്ലാ. പ്രത്യേകിച്ച് ദുആരക്കാൻ വേണ്ടി പറഞ്ഞ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്ന നീയാണ് അല്ലാ. നീ ഹാസിനാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവരുടെയും ഹൈറായ മുറാദിനെ ഹാസിനാക്കി തരണം അല്ലാ. നീ ഹാസിനാക്കി തരണം റഹ്മാനെ. ഈ വരുന്ന റമളാൻ മാസം ഞങ്ങൾക്ക് എത്താനും അതിലൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഖുർആനും ദിക്റും സ്വലാത്തും ധാരാളമായി ചെയ്യാനും കൂട്ടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങൾ ആരെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ല റഹ്മാനേ. ഈ ടൂൽ കാണുന്ന ഒരുപാട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണം അല്ലാ. ഇന്നത്തെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ അമ്പിയാക്കളും ഔലിയാക്കന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും രോഗം നീ ശിഫയാക്കി തരണം അല്ലാ. നമ്മളെ ഖൽബ് ശുദ്ധിയാക്കി തരണം അല്ലാ. നമ്മളെല്ലാവരുടെയും മാരകമാകുന്ന രോഗം ശിഫയാക്കി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.